ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. വചനം ശ്രവിച്ച് തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പ്രവേശിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യം. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സ്നേഹമുള്ളവരെ, ഓരോ ദിവസവും ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ, ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു യാചനയാണ്, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 7 മുതലുള്ള വചനം ഇപ്രകാരമാണ്: നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുവിൻ. പ്രിയമുള്ളവരെ, അനുദിന ജീവിതത്തിൽ പ്രലോഭനങ്ങൾ, പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ പ്രലോഭനങ്ങളെ, ഈ പരീക്ഷണങ്ങളെ ദൈവത്തോട് ചേർന്ന് എങ്ങനെ നമുക്ക് പരാജയപ്പെടുത്തി വിജയത്തിലെത്താം എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവം നമുക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പോളണ്ടിലെ വിശുദ്ധയായ സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ജീവിതത്തിലൂടെ ദൈവം ഈ ഒരു രഹസ്യം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. ഒരിക്കൽ വിശുദ്ധയായ സിസ്റ്റർ ഫൗസ്റ്റീന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ദിവ്യകാരുണ്യ സമയത്ത് ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോ സിസ്റ്റർ ഫൗസ്റ്റീനയ്ക്ക് ഒരു ഉത്തരം കൊടുക്കുകയാണ്. പ്രലോഭനങ്ങളെ, പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ എടുക്കേണ്ട 5 കാര്യങ്ങൾ സിസ്റ്ററിനോട് ഈശോ പറയുകയാണ്. അത് ഒന്നാമത്തേത് ഇതാണ്: പ്രലോഭനങ്ങൾക്കെതിരെ തനിയെ പോരാടാതെ ഉടനെ കൊമ്പസാരക്കാരനെ അറിയിക്കുക. അതുവഴി പ്രലോഭനത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോകും. ഈശോ കൊടുത്ത ഒന്നാമത്തെ വഴി ഇതാണ്. ജീവിതത്തിൽ പ്രലോഭനങ്ങൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ നല്ലൊരു കൊമ്പസാരക്കാരൻ്റെ അടുത്ത് നല്ലൊരു കൊമ്പസാരം നടത്തുവാനായിട്ട് ഒരു വിശ്വാസി തയ്യാറാകണം. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ഓടിയെത്തേണ്ടത് നമുക്ക് വേണ്ടി കരുണയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവം, കൊമ്പസാരക്കാരനിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ അരികിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ കുമ്പസാരക്കാരൻ്റെ അടുത്തേക്ക് ചെന്ന് നമ്മുടെ ജീവിതത്തിലെ പാവങ്ങൾ പറയുന്നതോടൊപ്പം ഈ കുമ്പസാരത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയും പ്രലോഭനങ്ങളെയും നമ്മൾ പറയുവാനായിട്ട് ഇടയായാൽ പ്രലോഭനത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോകുമെന്നാണ് വചനം പഠിപ്പിക്കുക. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരമാണ്: എൻ്റെ മകനെ, നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു കൂദാശയാണ് കുമ്പസാരം എന്ന കൂദാശ. അപ്പോൾ പ്രലോഭനമുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ഓടി എത്തി ഒരു കുമ്പസാരം നടത്തുവാനായിട്ട് തയ്യാറായാൽ ആ പ്രലോഭനത്തിൻ്റെ ശക്തി നമ്മളിൽ നിന്ന് വിട്ടുപോകും. ആ തിന്മയുടെ ദുരാത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിന്ന് വിട്ടുപോകുമെന്ന് സിസ്റ്റർ ഫൗസ്റ്റീനയോട് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. സഭാപ്രസംഗൻ്റെ പുസ്തകത്തിലെ 4-ാം അധ്യായം 9 മുതലുള്ള വചനം ഇപ്രകാരമാണ്: 2 പേർ ഒരാളേക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കുവാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അവരന് താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല. അവൻ്റെ കാര്യം കഷ്ടമാണ്. 2 പേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും. തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും? ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്തുവാൻ സാധിച്ചേക്കും. 2 പേരാണെങ്കിൽ ചെറുക്കുവാൻ കഴിയും. 30 ചരട് വേഗം പൊട്ടുകയില്ല. പ്രിയമുള്ളവരെ,
ഈ വചനഭാഗത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പഠിപ്പിക്കുന്ന ഇതാണ്. കാരണം നമ്മൾ പ്രലോഭനങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ, പ്രലോഭനങ്ങൾ നമ്മളെ തളർത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, നമ്മളൊരു കുമ്പസാരക്കാരനുമായി അത് കുമ്പസാരമെന്ന കൂദാശയിലൂടെ അത് പങ്കുവയ്ക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു ശക്തി നമുക്ക് ലഭിക്കുകയാണ്. ശരിയായ ബോധ്യം നമുക്ക് ലഭിക്കും. ആ പ്രലോഭനത്തെ കീഴ്പ്പെടുത്തുവാനായിട്ടുള്ള വഴി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കുമ്പസാരക്കാരനിലൂടെ നമുക്ക് ലഭിക്കും. അപ്പോൾ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് നമ്മൾ എടുക്കേണ്ട ഒന്നാമത്തെ ഘടകം നല്ലൊരു കുമ്പസാരം കൂടെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാവുക. സിസ്റ്റർ ഫൗസ്റ്റീന തന്നെ തൻ്റെ ഡയറി കുറിപ്പിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുകയാണ് സിസ്റ്റർ ഫൗസ്റ്റീന: തുടക്കം മുതൽ തന്നെ ഒരു ആത്മീയ ഉപദേഷ്ടാവ് എനിക്കുണ്ടായിരുന്നുവെങ്കിൽ വളരെയേറെ ദൈവകൃപകൾ ഞാൻ നഷ്ടപ്പെടുത്തുമായിരുന്നില്ല. കുമ്പസാരക്കാരന് ഒരാത്മാവിനെ വളരെയേറെ സഹായിക്കാൻ സാധിക്കും. എന്നാൽ വളരെ ഉപദ്രവം ചെയ്യുവാനും അദ്ദേഹത്തിന് കഴിയും. അനുതാപത്തോടെ തൻ്റെ അടുക്കൽ വരുന്ന ആത്മാവിലെ ദൈവകൃപയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുമ്പസാരക്കാരൻ എത്രമാത്രം ജാഗ്രത പുലർത്തണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആത്മാവിന് ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ആഴം അതിന് ലഭിക്കുന്ന കൃപയിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധയായ സിസ്റ്റർ ഫൗസ്റ്റീന ഓരോ നിമിഷവും തൻ്റെ പ്രലോഭനങ്ങളെ കീഴ്പ്പെടുത്തിയത് കുമ്പസാരക്കാരൻ്റെ സഹായത്തിലൂടെയാണ്. കുമ്പസാരക്കാരൻ്റെ അടുത്ത് ചെല്ലുവാനും കുമ്പസാരമെന്ന കൂദാശയെ വിശ്വാസത്തോടും ഭക്തിയോടും വിശുദ്ധിയോടും അത് സ്വീകരിക്കുവാനും ഫൗസ്റ്റീന തയ്യാറായപ്പോൾ ഫൗസ്റ്റീനയുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെ അതിനെ അതിജീവിക്കുവാനായിട്ട് സാധിച്ചു. പലതരത്തിലുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, പ്രലോഭനങ്ങൾ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ അതിനെ തകർക്കുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് പരിശുദ്ധമായൊരു കുമ്പസാര കൂദാശ. അപ്പോൾ അത് നമ്മൾ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകണം. കുമ്പസാരം എന്ന കൂദാശയുടെ മഹത്വം നമ്മൾ ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞു വേണം അത് നമ്മൾ പങ്കെടുക്കുവാനുള്ളത്. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ അത് നമ്മളെ സഹായിക്കും. അതോടൊപ്പം തന്നെ വചനം പഠിപ്പിക്കുകയാണ്. കാരണം ഈ കൂദാശ പരികർമ്മം ചെയ്യുന്ന വൈദികനും ആ ഒരു ബോധ്യമുണ്ടായിരിക്കണം. കാരണം തൻ്റെ അടുക്കലേക്ക് വരുന്ന ആത്മാക്കളെ അവരെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് യോജിച്ച രീതിയിലുള്ള പരിശുദ്ധാത്മാവ് തരുന്ന വെളിച്ചം ഉള്ള ബോധ്യങ്ങൾ കൊടുക്കുവാൻ കുമ്പസാരക്കാരനും ഒരുങ്ങിയിരിക്കണമെന്ന് സിസ്റ്റർ ഫൗസ്റ്റീന തൻ്റെ ഡയറി കുറിപ്പിൽ പറയുന്നുണ്ട്. കാരണം ക്ലേശങ്ങളിൽ, പ്രതിസന്ധികളിൽ നഷ്ടധൈര്യരായി വിഷമതയോടെ വരുന്ന ആ കുമ്പസാര കൂട്ടിൽ അണയുന്ന വിശ്വാസിക്ക് ആത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് തന്നെ ആ പ്രലോഭനങ്ങളെ കീഴ്പ്പെടുത്തി വിജയിച്ച് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ശരിയായ ഉപദേശം കൊടുക്കണമെങ്കിൽ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന വൈദികൻ പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് പ്രാർത്ഥിച്ചിരിക്കുവാനായിട്ട് സാധിക്കണം. അതോടൊപ്പം തന്നെ സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ കുമ്പസാരിക്കുവാനായിട്ട് പോകുമ്പോൾ തന്നെ അതിനു മുമ്പ് തന്നെ കുമ്പസാരക്കാരനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈ കുമ്പസാരക്കാരനിലൂടെ ദൈവത്തിൻ്റെ കൃപ എന്നിലേക്ക് ഒഴുകിയിറങ്ങുവാനും അതിലൂടെ എൻ്റെ പ്രലോഭനങ്ങളെ, പരീക്ഷണങ്ങളെ അതിനെ കത്തിച്ച് ചാമ്പലാക്കി കളയുവാനും പരീക്ഷണങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുമായിട്ടുള്ള കൃപ തരണമേ എന്ന് നമ്മൾ ആദ്യമേ കുമ്പസാരക്കാരന് വേണ്ടിയും ഈ കൂദാശയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ട് കുമ്പസാരം എന്ന കൂദാശയെ സ്വീകരിക്കുവാൻ പോയാൽ ജീവിതത്തിലെ പല പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും നമുക്ക് കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കുമെന്ന് അനേകം സംഭവങ്ങൾ പഠിപ്പിക്കുകയാണ്. രണ്ടാമത് സിസ്റ്റർ ഫൗസ്റ്റീനയോട് ഈശോ കൊടുക്കുന്നത് പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ രണ്ടാമത്തെ കാര്യമായിട്ട് ഈശോ പറയുന്ന ഇതാണ്: പ്രലോഭനങ്ങളുടെ നിമിഷങ്ങളിൽ വിഷമസന്ധിയിൽ ഉള്ളിലുള്ള സമാധാനം നഷ്ടപ്പെടുത്താതെ ഈശോയുടെ സാന്നിധ്യത്തിൽ ജീവിക്കുക. അതിനുവേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധരുടെയും സഹായം തേടുക. പ്രതിസന്ധികളുടെ നടുവിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ, വിഷമസന്ധിയിൽ നമ്മൾ അകപ്പെടുമ്പോൾ ഉള്ളിലെ സമാധാനത്തെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ദൈവിക സമാധാനം ഉള്ളിലുണ്ട്. പ്രശ്നങ്ങൾ, പ്രതിസന്ധികളിൽ നമ്മൾ കണ്ണുടുക്കി, പ്രലോഭനങ്ങളിൽ കണ്ണുടുക്കി ഉള്ളിലുള്ള ആ സമാധാനത്തെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്ന് ഈശോ ഫൗസ്റ്റീനയോട് ആവശ്യപ്പെടുകയാണ്. തുടർന്ന് ഈശോ പറയുകയാണ്, തൻ്റെ സാന്നിധ്യത്തിലും അതിനെ സഹായിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധരുടെയും സഹായം തേടുക. പ്രിയമുള്ളവരെ, നമ്മൾ ഈ പ്രലോഭനങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇവരുടെ സഹായം യാചിക്കണം. പരിശുദ്ധ അമ്മയുടെ, വിശുദ്ധരുടെ സഹായം യാചിച്ചാൽ ഇവരിലൂടെ ഈ പ്രലോഭനത്തെ കീഴ്പ്പെടുത്തുവാനായിട്ട് ദൈവം ഇവരിലൂടെ നമ്മെ സഹായിക്കും. കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനത്തിൽ 1 ലേഖനത്തിൽ 10 അധ്യായം 13 വാക്യം ഇപ്രകാരമാണ്: സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല.
ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കുവാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. 12-ാം അധ്യായം 5-6 തിരുവചനത്തിൽ പത്രോസിനെ കാരാഗൃഹത്തിൽ അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. പത്രോസിനെ കാരാഗൃഹത്തിൽ അടച്ചിട്ടിരിക്കുമ്പോൾ സഭ അവന് വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ വിശുദ്ധരുടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമ്മൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങളുടെ നിമിഷങ്ങളിൽ നമ്മൾ തേടുമ്പോൾ അവിടെ സ്വർഗം നമുക്ക് വേണ്ടി ഇടപെടും. കാരണം പത്രോസ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട് കഴിയുമ്പോൾ സഭ അവന് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരുവാൻ ഹെറോദേസ് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തലേ രാത്രി പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാരാഗ്രഹ വാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഈ പ്രലോഭനങ്ങളുടെ ഈ പ്രതിസന്ധിയുടെ നിമിഷത്തിൽ പത്രോസ് കാരാഗ്രഹത്തിൽ ശാന്തമായിട്ട് ഉള്ളിലുള്ള ആ ഒരു സമാധാനം നിലനിർത്തി ശാന്തമായിട്ട് കിടക്കുവാനായിട്ട് സാധിച്ചത് സഭയുടെ ശക്തമായ പ്രാർത്ഥനയും പത്രോസിൻ്റെ ഉള്ളിലുള്ള ബോധ്യവുമാണ്. കാരണം ഈശോയുണ്ട് ഉള്ളിൽ, ഈശോയുടെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ. കാരണം പ്രതിസന്ധികൾ, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴും ഉള്ളിൽ ഒരു സമാധാനം നിലനിർത്തണമെങ്കിൽ ഈശോയുടെ സാന്നിധ്യത്തിൽ ജീവിക്കണം. ഒപ്പം വിശുദ്ധരുടെയും പരിശുദ്ധ മറിയത്തിൻ്റെയും മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമുക്ക് പ്രലോഭനങ്ങളെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കും. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ 26-ാം അധ്യായം 3 പറയുകയാണ്, അങ്ങിൽ ഹൃദയമുറപ്പിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു, എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ലൂക്കയുടെ സുവിശേഷം 22-ാം അധ്യായം 31-32 വചനം ഇപ്രകാരമാണ്. ഈശോ ശിമയോനോട്, കാരണം ശിമയോനെ തിന്മയുടെ ശക്തി തകർക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈശോ പറയുകയാണ്, ശിമയോനെ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. അപ്പോൾ പ്രതിസന്ധികൾ, പ്രലോഭനങ്ങൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പരീക്ഷണങ്ങളുണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുവാനായിട്ട് ദൈവം നമുക്ക് സഹായകമായി വിശുദ്ധരുടെയും സ്വർഗീയ കൂട്ടായ്മയെയും ദൈവം നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ നമ്മൾ തേടുവാനായിട്ട് സാധിക്കണം. പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ പത്രോസിന് വേണ്ടി ഈശോ പ്രാർത്ഥിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ, ഈ ഭൂമിയിൽ നമ്മൾ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ, പ്രതിസന്ധികൾ നേരിടുമ്പോൾ അതിൽ പരാജിതരാകാതിരിക്കുവാൻ സ്വർഗത്തിലെ വിശുദ്ധരും മാലാഖമാരും നമുക്കൊരു സഹായമായിട്ടുണ്ടെന്നുള്ള ബോധ്യമുണ്ടായിരിക്കണമെന്ന് ഫൗസ്റ്റീനയോട് ഈശോ പഠിപ്പിക്കുകയാണ്. മൂന്നാമത് ഈശോ ഫൗസ്റ്റീനയ്ക്ക് കൊടുക്കുകയാണ്. മൂന്നാമത് പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ മൂന്നാമതെടുക്കേണ്ട നിലപാട് ഇതാണ്. പ്രലോഭനങ്ങളുടെ നിമിഷങ്ങളിലും ദൈവം നമ്മെ സദാ നിരീക്ഷിക്കുന്നുണ്ടെന്നും സഹായിക്കുന്നുണ്ടെന്നും വിശ്വസിക്കണം. കാരണം നമുക്കൊരു ഈ ഒരു ബോധ്യം ഉണ്ടാകണം. വിശ്വാസമില്ലാതെ നമുക്കൊന്നും കിട്ടില്ല. ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ഏത് പ്രലോഭനമാകട്ടെ, ഏത് പ്രശ്നങ്ങളാകട്ടെ, അതിനെ നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വിശ്വാസം ഉണ്ടാകണം. ഈശോ എപ്പോഴും എന്നെ സദാ നിരീക്ഷിക്കുന്നുണ്ട്, അവൻ എന്നെ സഹായിക്കും, തക്ക സമയത്ത് ഈശോ എന്നെ സഹായിക്കും എന്നുള്ളൊരു ഉറച്ച ബോധ്യം ഉള്ളിലുണ്ടെങ്കിൽ ഏത് പ്രലോഭനങ്ങളെയും നമുക്ക് കീഴ്പ്പെടുത്താനായിട്ട് പറ്റും. അതല്ലെങ്കിൽ എന്തു ചെയ്യും? നമ്മൾ നിരാശയ്ക്ക് അടിമപ്പെടും. ഈ പ്രലോഭനം എന്നെയും കൊണ്ടേ പോകൂ എന്ന് കരുതി നമ്മൾ പ്രലോഭനത്തിന് അടിമപ്പെട്ടു പോകും. അത് വരാതിരിക്കണമെങ്കിൽ ഈ ഒരു ബോധ്യമുണ്ടായിരിക്കണം. പ്രഭാഷകൻ്റെ പുസ്തകം 23-ാം അധ്യായം 19-ാം വാക്യം ഇപ്രകാരമാണ്. കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണ്. അപ്പോൾ ഏത് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. കാരണം എന്താണ്? ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഈശോ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രലോഭനത്തെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഉള്ളിൽ ഒരു ശക്തി നമ്മളിൽ നിറയും. പലപ്പോഴും പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെന്താണ്? ദൈവ സാന്നിധ്യം വിസ്മരിക്കും. ഈശോ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഈശോ എന്നെ സഹായിക്കും എന്നുള്ള ചിന്തകളൊക്കെ മറന്ന് നമ്മൾ പ്രലോഭനത്തിന് കാരണമാകുന്ന സാഹചര്യങ്ങളിൽ മാത്രം കുടുങ്ങിപ്പോയാൽ ഈ പ്രലോഭനം നമ്മളെ തകർക്കാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ജോബിൻ്റെ പുസ്തകം 28-ാം അധ്യായം 24 പറയുകയാണ്, എന്തെന്നാൽ അവിടുന്ന് ഭൂമിയുടെ അതിർത്തി വരെ കാണുന്നു, ആകാശത്തിന് കീഴിലുള്ളതെല്ലാം അവിടുന്ന് ദർശിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും ഒക്കെ അതിജീവിക്കുവാനായിട്ട് നമുക്കൊരു ഈ ഒരു ബോധ്യം കൂടി ഉണ്ടായിരിക്കണം. ഈശോ എല്ലാം കാണുന്നുണ്ട്,
ഈശോ എന്നെ സഹായിക്കും. അവൻ്റെ കണ്ണുകളിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, വീണ്ടും സങ്കീർത്തനം 33 സങ്കീർത്തനത്തിൽ 12 മുതലുള്ള വചനം ഇപ്രകാരമാണ്: കർത്താവ് ദൈവവുമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു, അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. തൻ്റെ സിംഹാസനത്തിൽ നിന്ന് അവിടുന്ന് ഭൂവാസികളെ വീക്ഷിക്കുന്നു. അവരുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം: ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ പ്രലോഭനങ്ങളുടെ നിമിഷങ്ങളിലും പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ നിമിഷങ്ങളിലും ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവനെ വിളിച്ചാൽ ആ നിമിഷം അവൻ എന്നെ സഹായിക്കുമെന്നുള്ള ആ ഒരു തിരിച്ചറിവ്, ബോധ്യം നമ്മുടെ ഉള്ളിൽ നിലനിർത്തുകയാണെങ്കിൽ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമെന്ന് പറയുകയാണ് വചനം. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 13 അധ്യായം 6 പ്രകാരമാണ്: അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഫിലിപ്പിയരുടെ ലേഖനത്തിലെ 4 അധ്യായം 13 വചനം എന്താണ്? എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. കാരണം ഈ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് പ്രലോഭനങ്ങളെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഏത് പ്രലോഭനമായിക്കൊള്ളട്ടെ അതിനെ കീഴ്പ്പെടുത്തുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത് ഈ ഒരു ബോധ്യമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43 അധ്യായം 1 യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിൻ്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. കാരണം ദൈവം നമ്മളെ സ്വന്തമാക്കി കഴിഞ്ഞു. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ, യേശുവിന് വേണ്ടി നമ്മുടെ ഹൃദയവും ജീവിതവും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ അവൻ നമ്മളെ പരിപാലിക്കും, സംരക്ഷിക്കും. പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ, പരീക്ഷണങ്ങളിൽ തകർന്നു പോകാത്ത വിധം അവൻ നമ്മളെ സംരക്ഷിക്കുമെന്നുള്ളൊരു ബോധ്യം നമ്മളുണ്ടായിരിക്കണം. 4, ഈശോ വിശുദ്ധയായ സിസ്റ്റർ ഫൗസ്റ്റീനയോട് പ്രലോഭനങ്ങളെ കീഴ്പ്പെടുത്തുവാൻ 4 ചെയ്യേണ്ട കാര്യം പറഞ്ഞത് ഇപ്രകാരമാണ്: പ്രലോഭനങ്ങളുടെ നിമിഷങ്ങളിൽ ഭയപ്പെടാതെ ശത്രുവിനെതിരെ പോരാടുവാൻ തയ്യാറായാൽ വിജയം എപ്പോഴും നിൻ്റേതാണെന്ന് മനസ്സിൽ കരുതണം. കാരണം പ്രലോഭനങ്ങളുടെ നിമിഷങ്ങളിൽ ഭയപ്പെടാതെ ശത്രുവിനെതിരെ പോരാടാൻ തയ്യാറായാൽ വിജയം എപ്പോഴും നിൻ്റേതാണെന്ന് മനസ്സിൽ കരുതണം. പ്രലോഭനം ഉണ്ടാകുമ്പോൾ അയ്യോ, ഈ പ്രലോഭനത്തിൽ എനിക്ക് വിജയിക്കാൻ പറ്റില്ല എന്ന് കരുതിയാൽ, പോരാടാതെ ആ പ്രലോഭനത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചാൽ പ്രലോഭനം നമ്മളെ കീഴ്പ്പെടുത്തി കളയും. മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ഭയപ്പെടാതെ ശത്രുവിനെതിരായിട്ട് പോരാടാനായിട്ട് തയ്യാറായാൽ വിജയം എനിക്ക് തന്നെയാണെന്ന് മനസ്സിൽ കരുതിയാൽ നമുക്ക് പ്രലോഭനത്തെ കീഴ്പ്പെടുത്താനായിട്ട് പറ്റുമെന്ന് ഫൗസ്റ്റീനയോട് സിസ്റ്റർ പറയുകയാണ്. ജോബിൻ്റെ പുസ്തകം 23 അധ്യായം 10 വാക്യം: എന്നാൽ എൻ്റെ വഴി അവിടുന്ന് അറിയുന്നു, അവിടുന്ന് എന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. കാരണം എന്താണ്? പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും ദൈവത്തോട് ചേർന്ന് നിന്നാൽ വിജയം നമുക്ക് തന്നെയാണെന്നുള്ളൊരു ബോധ്യം ജോബിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജോബ് പല പരീക്ഷണങ്ങളിലൂടെ, പ്രലോഭനങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ജോബിനെ ആ പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിക്കുവാനായിട്ട് സഹായിച്ചത് ഈ ഒരു ചിന്തയാണ്. കാരണം വിജയം എൻ്റേത് തന്നെയായിരിക്കും, അന്തിമമായി ദൈവം വിജയം എനിക്ക് തരുമെന്നുള്ള ആ ഒരു ബോധ്യം ജോബിന് നിറഞ്ഞു നിന്നിരുന്നു. തിമോത്തിയൂസിന് എഴുതിയ 2 ലേഖനത്തിൽ 1 അധ്യായം 12 ഇപ്രകാരമാണ്: ഇക്കാരണത്താലാണ് ഞാൻ ഇപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്, ഞാനത് ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവയെല്ലാം ആ ദിവസം വരെയും ഭദ്രമായി കാത്തുസൂക്ഷിക്കുവാൻ അവന് കഴിയുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. സഫാനിയയുടെ പുസ്തകത്തിലെ 3 അധ്യായം 17 പറയുക: നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യേയുണ്ട്. വീണ്ടും വെളിപാട് പുസ്തകത്തിലെ 12 അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ലേ ഒരു യുദ്ധത്തെക്കുറിച്ച്? 12 അധ്യായം 7 മുതലുള്ള വചനത്തിൽ: അനന്തരം സ്വർഗത്തിൽ വലിയൊരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്കിടമില്ലാതായി. പ്രിയമുള്ളവരെ, അന്തിമമായ വിജയം ദൈവത്തിൻ്റെ പക്ഷത്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രലോഭനങ്ങളുണ്ടാകുമ്പോൾ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. കാരണം വിജയം എനിക്ക് തന്നെയാണ്. പിശാചിന് എന്നെ തോൽപ്പിക്കാനാവുകയില്ല, പിശാചിന് എന്നെ തകർക്കാനാവുകയില്ല. കാരണം അവനെ അവൻ്റെ പരാജയം സ്വർഗത്തിലുള്ള യുദ്ധത്തിൽ അവിടെ സംഭവിച്ചു കഴിഞ്ഞു. വിശുദ്ധ മിഖായേലും ദൂതന്മാരും തിന്മയുടെ അന്ധകാര ശക്തികളെ മുഴുവനും പരാജയപ്പെടുത്തി. ഈ വിജയം എനിക്കുമുള്ളതാണെന്നുള്ള ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. കാരണം എങ്കിൽ നമുക്ക് ആ തിന്മകളെ, പരാജയങ്ങളെ, പ്രലോഭനങ്ങളെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും. വെളിപാട് പുസ്തകത്തിൽ 12 അധ്യായം 11 പറയുകയാണ്: അവരാകട്ടെ
കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി. കാരണം വിജയം എപ്പോഴും ദൈവത്തിൻ്റെ പക്ഷത്താണ്. എന്ത് പ്രലോഭനമായിക്കൊള്ളട്ടെ, ഏത് പ്രലോഭനങ്ങളുടെ നിമിഷങ്ങളിലും ഈ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. സിസ്റ്റർ ഫൗസ്റ്റീനയോട് ഈശോ പറഞ്ഞ ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. വിജയം, അന്തിമ വിജയം എൻ്റെ പക്ഷത്ത് തന്നെയാണ്. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആ വലിയ സർപ്പം, സർവ്വലോകത്തെ വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, അവനോടുകൂടി അവൻ്റെ ദൂതന്മാരും. അപ്പോൾ സ്വർഗത്തിൽ ഇടമില്ലാത്ത അവസ്ഥയിൽ ഈ തിന്മയുടെ ദുരാത്മാക്കൾ മനുഷ്യ ജീവിതങ്ങളിൽ പ്രലോഭനങ്ങളായിട്ട് ഇന്ന് ചുറ്റും പതറി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ആകുലപ്പെടേണ്ട, ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്തെന്നാണ്, സ്വർഗത്തിൽ ഇവരെ തോൽപ്പിച്ച അതേ ദൈവം തന്നെയാണ് എൻ്റെ ഈ പ്രലോഭനങ്ങളുടെ നിമിഷങ്ങളിലും എന്നെ സഹായിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് പ്രലോഭനത്തെ കീഴ്പ്പെടുത്താനായിട്ട് പറ്റും. വീണ്ടും സിസ്റ്റർ ഫൗസ്റ്റീനയോട് ഈശോ കൊടുത്ത അഞ്ചാമത്തെ കാര്യം ഇതാണ്. പ്രലോഭനങ്ങളെ കീഴ്പ്പെടുത്തുവാൻ അഞ്ചാമത് ചെയ്യേണ്ട കാര്യം ഇതാണ്. പ്രലോഭനങ്ങളിൽ ധീരതയോടെ പോരാടുമ്പോൾ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എൻ്റെ യോഗ്യത വർദ്ധിപ്പിക്കുകയും അതുവഴി ദൈവത്തോടുള്ള വിശ്വസ്തത തെളിയിക്കുവാൻ എനിക്ക് അവസരം ലഭിക്കുകയും ചെയ്യുന്നു എന്ന് കരുതണം. കാരണം പ്രലോഭനങ്ങളുടെ നിമിഷങ്ങളിൽ നമുക്ക് ഈ ഒരു ചിന്തയുണ്ടാകണം, എൻ്റെ യോഗ്യത വർദ്ധിപ്പിക്കുകയാണ് ഈ പ്രലോഭനം. ഒരു പ്രലോഭനം ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, കാരണം ഈ പ്രലോഭനത്തെ അതിജീവിക്കുമ്പോൾ എൻ്റെ മഹത്വം, കാരണം ദൈവത്തിൻ്റെ മഹത്വം എന്നിലൂടെ പ്രകടമാവുകയാണ്. അതുപോലെ തന്നെ എൻ്റെ യോഗ്യത വർദ്ധിപ്പിക്കുകയാണ്. പ്രലോഭനങ്ങളില്ലാതെ എനിക്കൊരു പ്രലോഭനം ഇല്ല എന്ന് പറയുമ്പോൾ ഓർത്തുകൊള്ളണം, ആ വ്യക്തി യോഗ്യത യഥാർത്ഥത്തിൽ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല. പ്രലോഭനങ്ങൾ എല്ലായിടത്തും ഉണ്ട്. പ്രലോഭനങ്ങളില്ലാത്ത ഒരു മനുഷ്യൻ ഈ ലോകത്തിലില്ല. ഈശോ അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ വളരെ മനോഹരമായി ഈ പ്രാർത്ഥന കൂടി ചൊല്ലണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്ന, പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ഓരോ ദിവസവും നമ്മൾ ചൊല്ലുമ്പോൾ പ്രലോഭനങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. ഇല്ലാത്ത ആരും തന്നെ ഈ ഭൂമിയിലില്ല. പക്ഷേ നമുക്കൊരു ബോധ്യമുണ്ടായിരിക്കണം, ഈ പ്രലോഭനങ്ങൾ എൻ്റെ വിശ്വസ്തത, ദൈവത്തോടുള്ള എൻ്റെ വിശ്വസ്തത തെളിയിക്കുവാൻ ദൈവത്തോട് ചേർന്ന് നിന്ന് ഇതിനെ ഈ പ്രലോഭനത്തെ കീഴ്പ്പെടുത്തുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുമെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. പത്രോസ്ലിയുടെ ലേഖനത്തിൽ 1 പത്രോസ് 1-ാം അധ്യായം 6-7 വചനം ഇപ്രകാരമാണ്: അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണ്ണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷണങ്ങളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. അപ്പോൾ ഈ ദിനത്തിൽ പ്രിയമുള്ളവരെ, പ്രലോഭനങ്ങളെ എപ്രകാരം നമ്മൾ അതിജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. വിശുദ്ധയായ ഈശോയുടെ കരുണയുടെ ആ ചിത്രം ഈ ലോകത്തിന് നൽകുവാൻ ഈശോ തിരഞ്ഞെടുത്ത സിസ്റ്റർ ഫൗസ്റ്റീനയോട് ഈശോ കൊടുത്ത വെളിപ്പെടുത്തലുകളാണ് ഈ 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങളെ നേരിടുവാൻ നീ ഉപയോഗിച്ചാൽ നിൻ്റെ ജീവിതം വിജയത്തിലെത്തുമെന്ന് പറയുകയാണ്. ഒന്നാമത് നമ്മൾ എടുക്കേണ്ട നിലപാട്, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു കുമ്പസാരക്കൂട്ടിൽ ചെന്ന് ആ പ്രലോഭനത്തെ സമർപ്പിക്കുവാനായിട്ടുള്ളൊരു മനസ്സുണ്ടായിരിക്കണം. ഏത് പ്രലോഭനം ഉണ്ടാകുമ്പോഴും ആദ്യം നമ്മൾ ഓടിയെത്തേണ്ടത് നമ്മളെ കുമ്പസാരക്കൂട്ടിലായിരിക്കണം. അവിടെ ദൈവം കൃപ നമ്മളിലേക്ക് ഒഴുക്കും. ആ പ്രലോഭനത്തിൻ്റെ ശക്തി ദൈവം ഉടച്ചു കളയും. കാരണം ആ കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമുക്ക് പ്രലോഭനങ്ങളെ തനിയെ പോരാടാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. ഒരു പ്രലോഭനം ഉണ്ടാകുമ്പോൾ എൻ്റെ വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പ്രലോഭനം ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയിൽ തന്നെ ആശ്രയിച്ച് അതിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കരുത്. ആദ്യം ചെയ്യേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കുക. നല്ലൊരു കുമ്പസാരത്തിൽ ചെന്ന് ആ പ്രലോഭനത്തെ അവിടെ നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പ്രലോഭനത്തിൻ്റെ ശക്തി വിട്ടുപോകും. ആ പ്രലോഭനത്തെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കും. രണ്ടാമത് ചെയ്യേണ്ടത്, പ്രലോഭനങ്ങളുടെ നിമിഷങ്ങളിലും വിഷമസന്ധികളിലും ഉള്ളിലുള്ള സമാധാനത്തെ നഷ്ടപ്പെടുത്താതെ ഈശോയുടെ സാന്നിധ്യത്തിൽ നമ്മൾ ജീവിക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാകണം. മൂന്നാമത്, പ്രലോഭനങ്ങളുടെ നിമിഷങ്ങളിലും ദൈവം നമ്മെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ദൈവം നമ്മെ സഹായിക്കുമെന്നുമുള്ള വിശ്വാസം ഉള്ളിൽ കൊണ്ടു നടക്കണം. ഏത് പ്രലോഭനങ്ങളെയും കീഴ്പ്പെടുത്തുവാനായിട്ട് ഈ ഒരു ചിന്ത നമ്മളെ സഹായിക്കും. കാരണം ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ദൈവം എന്നെ സഹായിക്കും, ഈ പ്രലോഭനത്തെ ഞാൻ കീഴ്പ്പെടുത്തും. നാലാമത്, പ്രലോഭനങ്ങളുടെ നിമിഷങ്ങളിൽ ഭയപ്പെടാതെ ശത്രുവിനെതിരെ പോരാടാനായിട്ട് നമ്മൾ തയ്യാറായാൽ
വിജയം നമ്മുടേതാണെന്ന് നമ്മൾ കരുതണം. കാരണം പ്രലോഭനങ്ങൾ നിമിഷത്തിൽ പോരാടാതെ ഒഴിഞ്ഞു മാറാൻ പാടില്ല. തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. വചനം വെച്ചുകൊണ്ട് അതിനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രലോഭനത്തെ നമുക്ക് കീഴ്പ്പെടുത്താനായിട്ട് പറ്റും. അവസാനം 5-ാമത്, പ്രലോഭനങ്ങളിൽ ധീരതയോടെ പോരാടുമ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമ്മുടെ യോഗ്യത വർദ്ധിപ്പിക്കുകയും അതുവഴി ദൈവത്തോടുള്ള വിശ്വസ്തത നമ്മൾ തെളിയിക്കുകയും ചെയ്യുകയാണെന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴും ദൈവത്തോട് ചേർന്ന് അതിനെ കീഴ്പ്പെടുത്തി അതിൽ വിജയിക്കുവാനായിട്ടുള്ള ഒരു നല്ല മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അനുദിനം ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ, പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഓരോ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിനത്തിൽ പ്രലോഭനങ്ങളെ പ്രകാരം കീഴ്പ്പെടുത്തി വിജയിക്കണമെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. കർത്താവെ, പ്രതിസന്ധികളും പ്രശ്നങ്ങളും അസ്വസ്ഥതകളും പ്രലോഭനങ്ങളും ഉണ്ടാകുമ്പോൾ പരാജയപ്പെടാതിരിക്കുവാൻ ഈ ബോധ്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ നിലനിർത്തണമേ. ഇവയ്ക്ക് യോഗ്യമായി ജീവിച്ച് പ്രലോഭനങ്ങളെ കീഴ്പ്പെടുത്തി അന്തിമ വിജയം ദൈവത്തിനാണെന്ന് ഈ ലോകത്തോട് വെളിപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.